ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം ദണ്ഡി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ? ഉത്തരം പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ? ഉത്തരം സെൻസസ്. നീരജ് ചോപ്ര ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജാവലിൻ ത്രോ. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത്? ഉത്തരം റൗലറ്റ് ആക്ട്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം? ഉത്തരം ചൗരി ചൗര സംഭവം. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഉത്തരം ബ്രിട്ടീഷുകാരുമായി നികുതി നയത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന. ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ? ഉത്തരം പോർച്ചുഗീസുകാർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു? ഉത്തരം AK ഗോപാലൻ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്? ഉത്തരം വെങ്ങാനൂരിൽ നിന്ന്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഭാഷകൾ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹ്യ പ്രസ്ഥാനം? ഉത്തരം ബ്രഹ്മസമാജം. കൃഷി വകുപ്പ് മന്ത്രി? ഉത്തരം P പ്രസാദ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം? ഉത്തരം പുന്നപ്ര വയലാർ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഉത്തരം ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം വ്യവസായം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ്? ഉത്തരം 20 പരിപാടി. അടുത്ത ചോദ്യം നോക്കാം. 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 132. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. എല്ലാ പ്രസ്താവനയും ശരിയാണ്. നോക്കാം. കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം? ഉത്തരം കോഴിക്കോട്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം സേവന മേഖല. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഉത്തരം ഉടുമ്പൻചോല. അടുത്ത ചോദ്യം നോക്കാം. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ഉത്തരം ചെങ്കൽ മണ്ണ്. 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏത്? ഉത്തരം ഉരുൾപൊട്ടൽ. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം? ഉത്തരം MD വത്സമ്മ. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഉത്തരം കോതമംഗലം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യമേത്? ഉത്തരം തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുക. അടുത്ത ചോദ്യം നോക്കാം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏത്? ഉത്തരം എറണാകുളം. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏത്? ഉത്തരം ഇടിമിന്നൽ. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? ഉദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയ കായൽ ഏത്? ഉത്തരം ആക്കുളം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏത്? ഉത്തരം ദാമൻ. ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ എ 1, 2 ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏത്? ഉത്തരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഉത്തരം അരുണാചൽ പ്രദേശ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏത്? ഉത്തരം തെലുങ്കാന. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏത്? ഉത്തരം ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം നോക്കാം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം? ഉത്തരം വിസരണം. ഏത് മൂലകത്തിന്റെ ആറ്റോമിക നമ്പറാണ് 100? ഉത്തരം ഫെർമിയം. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ്? ഉത്തരം USA. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ഉത്തരം ചെന്നൈ. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം. 3 LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. അടുത്ത ചോദ്യം. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏത്? ഉത്തരം ചിലി. അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏത്? ഉത്തരം ഷിൻഡോ. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏത്? ഉത്തരം നീലാംബരി. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം സ്കർവി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അടുത്ത ചോദ്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം തലച്ചോറ്. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഉത്തരം ഈജിപ്ത്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗമേത്? ഉത്തരം മങ്കി പോക്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം? ഉത്തരം കോൺവെക്സ് ദർപ്പണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത്? ഉത്തരം ലാക്കസ് ഫെറിസ്. ജലത്തിന്റെ സാന്ദ്രത? ഉത്തരം 1000 kg/m³. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം? ഉത്തരം വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം? ഉത്തരം സൾഫർ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സിക്കിം. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ഒലിവർ ഡീമൻ. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം O ഗ്രൂപ്പ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഇലക്ട്രോ കാർഡിയോഗ്രാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്? ഉത്തരം ഹീമോഫീലിയ. അടുത്ത ചോദ്യം. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. അടുത്ത ചോദ്യം. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്? ഉത്തരം വൈറ്റമിൻ എ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? ഉത്തരം ഇൻസുലിൻ. ആൻറ്റിബയോട്ടിക്സ് ആയ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? ഉത്തരം അലക്സാണ്ടർ ഫ്ലെമിംഗ്. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ക്ഷയം BCG ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആര്? ഉത്തരം ശ്രീമതി വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? ഉത്തരം എയ്ഡ്സ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത്? ഉത്തരം ജനീവ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? ഉത്തരം വൈറസ്. അടുത്തത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിൻ്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ സി,
82 ഓപ്ഷൻ ബി, 83 ഓപ്ഷൻ എ, 84 ഓപ്ഷൻ സി, 85 ഓപ്ഷൻ ഡി, 86 ഓപ്ഷൻ എ, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ ഡി, 89 ഓപ്ഷൻ ഡി, 90 ഓപ്ഷൻ ബി, 91 ഓപ്ഷൻ സി, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ ഡി, 94 ഓപ്ഷൻ ബി, 95 ഓപ്ഷൻ ഡി, 96 ഓപ്ഷൻ എ, 97 ഓപ്ഷൻ ഡി, 98 ഓപ്ഷൻ സി, 99 ഓപ്ഷൻ എ, 100 ഓപ്ഷൻ ബി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.